2 ദിവസം കൊണ്ട് ഇവിടെ മഴയാണ്. ഈ നേരം വരെ മഴ തോർന്നിട്ടില്ല. രാവിലെ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടത് കണ്ടില്ലേ? കുണ്ടൂര് ചിരട്ടയും വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ നേരത്ത് അതിപ്പോൾ ഒരു 6:30 7 മണിക്ക് തുടങ്ങിയ മഴയായിരുന്നു. ഈ നേരം വരെ മഴ മാറിയിട്ടില്ല. പിന്നെ രാവിലെ ഒരു 10 10:30 11 മണിയൊക്കെ ആയപ്പോൾ അമ്മ വന്നു. മീൻ മേടിക്കാൻ പോകാമെന്ന് ചോദിച്ചു. പക്ഷേ മഴയായതുകൊണ്ട് പുറത്തിറങ്ങാനേ പാടില്ല. എന്തായാലും നമ്മൾ കുറച്ച് 2 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ പോയി മീൻ മേടിക്കുന്നത്. അമ്പൂരി എന്ന് പറയും. അപ്പോൾ അവിടെ പോയി പിന്നെ പച്ചക്കറിയൊക്കെ കൂടി മേടിക്കാൻ വേണ്ടിയേ രാവിലെ അമ്മ കിറ്റുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മഴ തോന്നിട്ട് പോവാമെന്ന് വിചാരിച്ച്. പിന്നെ പറഞ്ഞില്ലേ എന്നും അമ്മയല്ലേ എനിക്ക് ചോറ് വെച്ച് തന്നത്. അപ്പോൾ ഇന്ന് അമ്മ ചോറൊന്നും വെച്ചിട്ടില്ല. വേറൊന്നുമില്ല. ഇന്ന് ശനിയാഴ്ച അച്ഛനും ഡ്യൂട്ടിക്ക് പോയി. സഹോദരനും ഒന്നുമില്ല ഇവിടെ. അപ്പം ഞാനാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഇന്ന് ആമിയുടെ വീഡിയോ ഒന്നും ഇല്ല. ഞാൻ താഴോട്ട് പോയില്ല. താഴോട്ട് പോയില്ലേന്ന് വെച്ചാൽ ചോറും കൊണ്ട് പോയെങ്കിൽ ഞാൻ വീട് വരെ പോയില്ല. ആ പാറ വരെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പോകണം. പാറ വരെ പോയി അമ്മയും കുറച്ച് ദൂരം വന്നു. മഴയായതുകൊണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അത്ര മഴയും ചർക്കലുമായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഭയങ്കര തണുപ്പും കാര്യമില്ല. നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഗുണ്ടുവിനൊരു ഫ്രോക്കൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രസമുണ്ടല്ലേ. നല്ലൊരു കുഞ്ഞു പെൺകുട്ടികളെ പോലെ ഉണ്ടല്ലേ. നമ്മൾ ആമിയായിപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ അതിലിട്ട് തുള്ളി തുള്ളി കളിക്കണതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. മഴയായതുകൊണ്ട് ഇന്ന് ചേട്ടനും ജോലിയില്ലായിരുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പുറത്തൊന്നും പിന്നെ വേറൊരു വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാത്റൂം കേസ് തന്നെയാണ്. രാവിലെ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മഴ തോർന്ന് നിൽക്കണ ചില സമയമുണ്ടല്ലോ. തോർന്നെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തോർന്നിട്ടല്ല, ഇങ്ങനെ തൂറ്റി തൂറ്റി നിൽക്കണ സമയം കൊണ്ട് അവനെയും കൊണ്ട് ഓടും കേട്ടോ ഞാൻ. പക്ഷേ ബാത്റൂമിൽ അവൻ വിചാരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയാലേ അവൻ പോകുള്ളൂ. മുള്ളിയിട്ടൊക്കെ വരും, അവിടെ ചെന്ന് മുള്ളും. പക്ഷേ അവൻ ബാത്റൂമിൽ 4 മണിയായിട്ട് എനിക്ക് അത്രയും ദൂരോട്ട് കൊണ്ടുപോകാനും പറ്റൂല. ഇത് ഇങ്ങനെയാണോ സ്ഥിരം പോണ സ്ഥലത്തേ പോകുള്ളൂ ഞാൻ ഇന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. കാരണം മഴയായതുകൊണ്ട് ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ നിർത്തിയിട്ടൊന്നും അവൻ പോവില്ല. പിന്നെ ഞാൻ വൈകുന്നേരമായപ്പോൾ മഴ നനഞ്ഞാലും സാരമില്ലെന്ന് പറഞ്ഞിട്ട് അവന് ആ ഒരു ഏരിയ ഉണ്ടല്ലോ അത്രയും ദൂരം കൊണ്ടുപോയാലേ അവൻ പോകത്തുള്ളൂ. പിന്നെ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് മണലൊക്കെ അവിടെ വെളിയിൽ ഇങ്ങനെ ചാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മഴ നനഞ്ഞ് ചാക്കും കുറേ നാളുകൾ കൊണ്ട് ഈ വെയിലൊക്കെ കൊണ്ടിട്ട് അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ ചേട്ടാ അതൊക്കെ വേറെ ചാക്കിലൊക്കെ നല്ല ചാക്കിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗുണ്ടുവിനെ കെട്ടിയിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ ഇറങ്ങി ഓടും. പിന്നെ ഈ ചിരട്ടയുടെ കേസ് ഞാൻ ഇപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ആണ്. അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചിരട്ട കാണും. അടുക്കളയിൽ വരും, ഒരു ചിരട്ട എടുത്തുകൊണ്ട് ഇങ്ങ് പോരും. ഒന്നീ കട്ടിൻ്റെ അടിയിലോ സോഫസിലോ എപ്പോഴും കൂടെ അവൻ്റെ കാണും.